ഹലോ മക്കളെ, സ്മാർട്ട് ഓഫറിന്റെ യൂട്യൂബ് വീഡിയോ സീരീസിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ന്യൂട്ടന്റെ ലോകൾ അല്ലേ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതിൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താണെന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മുന്നേ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കീമിന്റെ ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ നമുക്ക് ഓൾറെഡി അറിയാം. എന്തായിരുന്നു ഫസ്റ്റ് ലോ? അതായത് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ റെസ്റ്റിൽ നിൽക്കുന്ന ബോഡി എന്ത് ചെയ്യും? റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് അല്ലാന്നുണ്ടെങ്കിൽ യൂണിഫോം മോഷനിൽ പോകുന്ന ബോഡി യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതായിരുന്നു നമ്മുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്താ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നതാ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. അല്ലേ, directly proportional to the applied force and it takes place in the direction in which the force acts. അല്ലേ, അപ്പോൾ ആദ്യം എന്താണ് മൊമെന്റം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആക്ച്വലി ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്. അല്ലേ, ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ മാസിൻ്റെയും വെലോസിറ്റിയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മൊമെൻ്റം എന്ന് പറയുന്നത്. അഥവാ ആ ഒരു മോഷൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മൊമെൻ്റം എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഫോഴ്സ് കിട്ടി, ഒരു ഒബ്ജക്റ്റിന് ഒരു ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഒരു മൊമെൻ്റം ചേഞ്ച് ഉണ്ടാവും. അതിൻ്റെ റേറ്റ് അല്ലേ, ചേഞ്ച് ഇൻ മൊമെൻ്റം പെർ യൂണിറ്റ് ടൈം ആണ് ആക്ച്വലി എന്ത് ഫോഴ്സ് എന്ന് പറയുന്നത്, അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ആ ഫോഴ്സ് എങ്ങോട്ടാണോ ആക്ട് ചെയ്യുന്നത്, അതായത് ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാവുന്ന ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? എവിടേക്കാണോ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലായിരിക്കും ആരുണ്ടാവുക? ആ ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാവുക. ഓക്കെ, അതിന് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നാ പറയാ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ, ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനാണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മാസ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, മാസ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾറെഡി റിട്ടൺ ദാറ്റ് ഇറ്റ് ഈസ് ഡി പി ബൈ ഡി ടി. ഡി പി ബൈ ഡി ടി ആണ് ആക്ച്വലി ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അതിൽ നമ്മൾ മാസ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മൊമെൻറ്റത്തിനെ മാസിൻ്റെ വെലോസിറ്റി ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ മാസ് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാസിനെ പുറത്തേക്ക് എടുക്കാം. ദെൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. സോ മാസ് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റെഡി ആണല്ലോ. എന്താണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത് നമുക്കറിയാം മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ആക്സലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അതിനെയാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ക്യാപിറ്റൽ എൻ വെച്ചിട്ട് നമ്മൾ ന്യൂട്ടൺ എന്ന് വിളിച്ചിട്ടുള്ളത് ആക്ച്വലി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള യൂണിറ്റിനെയാണ്. അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനെ എത്രയാണ് 1 ന്യൂട്ടൺ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് ആൻ ആക്സലറേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻ എ ബോഡി ഓഫ് മാസ് 1 കിലോഗ്രാം. ഓക്കെ, 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു 1 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, അതിന് നമുക്ക് ഒരു ഫോഴ്സ് കൊടുത്ത് അതിൻ്റെ ആക്സലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ കൊടുത്തിട്ടുള്ള ഫോഴ്സ് എത്രയാണ്? 1 ന്യൂട്ടൺ ആണ്. അഥവാ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 കിലോഗ്രാം ഇൻറ്റു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. റെഡി ആണല്ലോ. ഇനി സി ജി എസ് സിസ്റ്റത്തിൽ നമ്മൾ ഡൈൻ എന്നുള്ള യൂണിറ്റ് ആണ് യൂസ് ചെയ്യുക. ഫോഴ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈൻ എന്നുള്ള യൂണിറ്റ് ആണ് യൂസ് ചെയ്യുക. അതിൽ 1 ഡൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? സി ജി എസിലോട്ട് കൺവേർട്ട് ആകുമ്പോൾ ഈ കിലോഗ്രാം എന്താവും? ഗ്രാം ആവും. മീറ്റർ ഉള്ളത് സെൻറ്റിമീറ്ററിലാണ്. കാരണം മാസ് മെഷർ ചെയ്യുന്നത് ഗ്രാമിലാണ്, ലെങ്ത് മെഷർ ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലാണ്, ആൻഡ് ടൈം ഈസ് സെക്കൻഡ് ഓൺലി. അപ്പോൾ 1 ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്ച്വലി 1 ഡൈൻ എന്ന് പറയുന്നത്. ഓക്കെ, 1 ഡൈൻ എന്ന് പറയുന്നത് അത് നമ്മൾ ന്യൂട്ടണിലോട്ട് അല്ലെങ്കിൽ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵ ഡൈൻ. 10⁵ ഡൈൻ ആണ് ആക്ച്വലി എന്ത്? 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, 10⁵ ഡൈൻ ആണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്ര അറിഞ്ഞാൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രോബ്ലംസ് ഗെയിമിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോയി നോക്കാം. ദ ഫോഴ്സ് ടു ബി, ഇത് 2025 ഗെയിമിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ദ ഫോഴ്സ് ടു ബി അപ്ലൈഡ് ടു എ ബോഡി ഓഫ് മാസ് 200 ഗ്രാം ടു ചേഞ്ച് ഇറ്റ്സ് വെലോസിറ്റി ബൈ 25 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 5 സെക്കൻഡ് ഈസ്. എന്താണ് ഫോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്.
ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട് 200 ഗ്രാമാണ്. അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് തന്നിട്ടുണ്ട് 25 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ആ ചേഞ്ച് നടന്നിട്ടുള്ളത് 5 സെക്കൻഡ് കൊണ്ടാണെന്നുള്ളത് തന്നിട്ടുണ്ട്. നോക്കണം എന്തൊരു സിമ്പിളാണ് നോക്കുക. നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താ, മാസ് എത്രയാ 200 ഗ്രാം ആണ്, അഥവാ 200 ഇൻറ്റു 10⁻³ കിലോഗ്രാം അല്ലേ. 0.2 കിലോഗ്രാം എന്ന് കിട്ടും. 0.2 കിലോഗ്രാം എന്ന് കിട്ടും. ഇനി നോക്ക്, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, വി മൈനസ് യു. വി മൈനസ് യു എന്താണ് തന്നിട്ടുണ്ട്, 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട് വി മൈനസ് യു. ഓക്കെ, ഇൻ 5 സെക്കൻഡ്സാ. അതായത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ആക്സലറേഷൻ ആയിരുന്നു കിട്ടും അല്ലേ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് ആക്ച്വലി എന്ത്, ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വി മൈനസ് യു നമുക്ക് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. എത്രയാ, വി മൈനസ് യു എന്ന് പറയുന്നത് 25 ആണ്, ടൈം എന്ന് പറയുന്നത് 5 ആണ്. സോ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിന് കിട്ടിയിട്ടുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത്. അതിന് കിട്ടിയിട്ടുള്ള ആക്സലറേഷൻ. ഇനി ഫോഴ്സ് കാണാൻ എന്താ ബുദ്ധിമുട്ട്, എഫ് ഈക്വൽ ടു സിമ്പിൾ അല്ലേ, എഫ് ഈക്വൽ ടു എം എ അല്ലേ. നമുക്ക് മാസ് തന്നിട്ടുണ്ട് 0.2 ആണ്, ഇൻറ്റു ആക്സലറേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് 5 ആണ്. സോ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 1 ന്യൂട്ടൺ. എന്ത് സിമ്പിളാണെന്ന് നോക്കണം. ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ, ഡയറക്റ്റ് ചോദ്യം അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു തിയറി മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. A body of mass 2 kg is moving with a velocity of 10 meter per second. അല്ലേ, a body of mass 2 kg is moving with a velocity of 10 meter per second. If a force of 50 Newton is applied on it for 10 seconds along its motion, the velocity of the body is. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഒരു ബോഡി അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 2 കിലോഗ്രാം ആണ്, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ ഇഫ് എ ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ് ഫോർ 10 സെക്കൻഡ്സ് അലോങ് ഇറ്റ്സ് മോഷൻ അല്ലേ. ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ വെലോസിറ്റി ഓഫ് ദ ബോഡീസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഫൈനൽ വെലോസിറ്റി എന്താണെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഓൾറെഡി അറിയാം എഫ് എത്രയാണ്, 50 ന്യൂട്ടൺ ആണ്. ഓക്കെ, 50 ന്യൂട്ടൺ ആണ് എന്തുള്ളത്, എഫ് ഉള്ളത്. മാസ് തന്നിട്ടുണ്ട് 2 കിലോഗ്രാം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എം എ വെച്ചിട്ട് നമുക്ക് ആക്സലറേഷൻ കണ്ടൂടെ. ആക്സലറേഷൻ വിൽ ബി ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എം. അപ്പോൾ 50 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ 2 കിലോഗ്രാം അഥവാ 25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ആരെ, ആക്സലറേഷൻ എത്രയാ, 25 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി എന്താ നമുക്ക് കാണാനുള്ളത്, ഫൈനൽ വെലോസിറ്റി ആണ്. നമുക്ക് എന്ത് ചെയ്യാം, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചൂടെ. കാരണം നമുക്ക് ടൈം ഉണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡാ. സോ ഇറ്റ് ഈസ് 10 പ്ലസ് 25 ഇൻറ്റു 10 അല്ലേ, 25 ഇൻറ്റു 10. സോ ഇറ്റ് വിൽ ബി 10 പ്ലസ് 250 എന്നുണ്ടാവും, അഥവാ 260 മീറ്റർ പെർ സെക്കൻഡ്. 260 മീറ്റർ പെർ സെക്കൻഡ്. യാ, ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. റെഡി അല്ലേ, ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതൊന്നും തന്നെയാണ് ഒരു ഡയറക്റ്റ് ചോദ്യമാണ്, കീം 2025 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലേ. എന്ത് സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, എ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു അല്ലേ, ഒരു വെക്ടർ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. എ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ഐ ക്യാപ്പ് പ്ലസ് 2j cap minus 2k cap applied on a body accelerates the body with 2 meter per second square. ദെൻ ദ മാസ് ഓഫ് ദ ബോഡീസ്, മാസ് എന്താണെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആക്സലറേഷൻ തന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട്, ബട്ട് ഫോഴ്സ് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ടല്ല തന്നിട്ടുള്ളത്, ഒരു വെക്ടർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നുള്ളത് കാണാം അല്ലേ. അപ്പോൾ ഫോഴ്സ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ, എങ്ങനെ ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക അല്ലേ, ഓരോ കോഎഫിഷ്യൻറ്റിൻ്റെയും സ്ക്വയർ കാണാം അല്ലേ. ഐ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, സോ 1 സ്ക്വയർ, പ്ലസ് ജെ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, സോ ഇറ്റ് വിൽ ബി 2 സ്ക്വയർ, പ്ലസ് കെ ക്യാപ്പിൻ്റെ കോഎഫിഷ്യൻറ്റ് -2 ആണ്, സോ ഇറ്റ് വിൽ ബി -2 സ്ക്വയർ അല്ലേ. അതിൻ്റെ റൂട്ട് എടുക്കുക അല്ലേ. സോ ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് 1 + 4 + 4 എന്ന് കിട്ടും, അഥവാ √9 എന്ന് കിട്ടും, അഥവാ ദാറ്റ് ഈസ് 3 ന്യൂട്ടൺ. 3 ന്യൂട്ടൺ ആണ് ആക്ച്വലി ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ആക്സലറേഷൻ എത്രയാണ് തന്നിട്ടുള്ളത്, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. മാസ് എങ്ങനെ കാണാം, എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് നമുക്കറിയാം. മാസ് എന്ന് പറയുന്നത് എഫ് ഡിവൈഡഡ് ബൈ എ ആയിരിക്കും, അഥവാ 3 ഡിവൈഡഡ് ബൈ 2 ഇറ്റ് വിൽ ബി 1.5 കിലോഗ്രാം. 1.5 കിലോഗ്രാം. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ. ഇത് വെക്ടർ ഇക്വേഷൻ തരുമ്പോഴായിരിക്കും നമുക്കൊരു കൺഫ്യൂഷൻ വരിക, അതെങ്ങനെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഇങ്ങനെയാണ്, നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാം.
എന്നിട്ട് അതിനെന്ത് ചെയ്യുക, ഫോഴ്സ് ആക്സലറേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദ മാസ് ഓഫ് ദാറ്റ് ബോഡി. ഇതും 2025 കീമിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അടുത്തൊരു ചോദ്യം 2020 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. A force of 2 I cap plus 3 J cap Newton acts on a body of mass 1 kilogram which is at rest initially. The acceleration of the body is. ഇവിടെ ആക്ച്വലി തന്നിട്ടുള്ള ഓപ്ഷൻ നോക്കുക. ആക്സലറേഷൻ എന്തിൽ തന്നെ തന്നിട്ടുള്ളത്, ഒക്കെ വെക്ടർ ഇക്വേഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഫോഴ്സും വെക്ടർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. മാസ് ഇറ്റ് ഈസ് എ സ്കേലർ അല്ലേ, മാസ് സ്കേലർ ആയതുകൊണ്ട് നമുക്ക് അത് സ്കേലറിൽ കിട്ടിയിട്ടുണ്ട്. സോ എഫ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, 2 I cap പ്ലസ് 3 J cap അല്ലേ, ഇതാണ് തന്നിട്ടുള്ളത്. മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. ഓക്കെ, ഇത് വെക്ടറിലാണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ ഓഫ് ദ ബോഡി എന്താണെന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ആക്സലറേഷൻ എന്തായിരിക്കും, എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലടാ, എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ എന്തായിരിക്കും, എഫ് ഡിവൈഡഡ് ബൈ എം അല്ലേ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 I cap പ്ലസ് 3 J cap അല്ലേ, ഡിവൈഡഡ് ബൈ മാസ് എത്ര തന്നിട്ടുള്ളത് 1 ആണ്. അപ്പോൾ ഇത് എന്തെന്നെ കിട്ടും, 2 I cap പ്ലസ് 3 J cap മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഡയറക്റ്റ് ചോദ്യമാണ് ആക്ച്വലി. 2 I cap പ്ലസ് 3 J cap മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. റെഡി അല്ലേടാ, ഇത്രയും സിമ്പിൾ അല്ലേ. ഇത് 2020 കീമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വെറും ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ചെയ്തിട്ടുള്ളത്. മുന്നേ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേടാ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ കൂടുതൽ വീഡിയോസ് ലെങ്തി ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് നമ്മളെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല സ്കോർ വാങ്ങിയെടുക്കാൻ പറ്റും. നമ്മളെ ആപ്പും കാര്യങ്ങളൊക്കെ പ്ലേ സ്റ്റോറിലുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ.